നമസ്കാരം. ബ്രൈറ്റ് ഇൻസൈറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ICDC സൂപ്പർവൈസറിന്റെ സൈക്കോളജി വിഭാഗത്തിലെ പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആങ്സൈറ്റി ഡിസോർഡർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഫോബിയാസിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എന്താണ് ആങ്സൈറ്റി ഡിസോർഡർ? Anxiety disorder is a group of disorders characterized by irrational fear of something or some situation. അല്ലേ, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡർ ആണ്. ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡർ ആണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ബൈ ഇറാഷണൽ ഫിയർ ഓഫ് സംതിങ് ഓർ സം സിറ്റുവേഷൻ. ദ പേഴ്സൺ ഈസ് യൂഷ്വലി അവെയർ ഓഫ് ദ ഇറാഷണാലിറ്റി. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇനി ഈ ആങ്സൈറ്റി ഡിസോർഡറിൽ ഉൾക്കൊള്ളുന്നവയാണ് പാനിക് ഡിസോർഡേഴ്സ്, ഫോബിക് ഡിസോർഡേഴ്സ്, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ് ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ്. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. പാനിക് ഡിസോർഡർ or panic attack. A panic attack is an episode of irrational intense fear of apprehension that is of sudden onset. It is accompanied by a strong autonomic arousal and numerous bodily symptoms, often mimicking a cardiac attack. Panic attack is episodic fear. Symptoms developed 10 to 15 minutes. Panic attack എന്ന് പറയുന്നത് ഒരു എപ്പിസോഡിക് ഫിയർ ആണ്, കുറച്ച് നേരത്തേക്ക് നിൽക്കുന്ന ഒരു എപ്പിസോഡാണ്. സിംറ്റംസ് ഡെവലപ്ഡ് 10 to 15 മിനിറ്റ്സ്, 10 മുതൽ 15 മിനിറ്റ് വരെ ഇതിന്റെ സിംറ്റംസ് നിലനിൽക്കാറുണ്ട്. ദ പേഴ്സൺ മസ്റ്റ് ഹാവ് ലീസ്റ്റ് 4 of the following 13 symptoms during the attack. താഴെ പറയുന്നവയിൽ ഒരു വ്യക്തിക്ക് 13 സിംറ്റംസിൽ ഏതെങ്കിലും 4 എണ്ണം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പാനിക് ഡിസോർഡർ ആണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. എന്തൊക്കെയാണ് ആ 13 സിംറ്റംസ്? ഫസ്റ്റ് വൺ, പാൽപിറ്റേഷൻ ഓർ പൗണ്ടിങ് ഹാർട്ട്, എ സ്വെറ്റിംഗ്, എ ട്രംബ്ലിംഗ് ഓർ ഷേക്കിംഗ്, sensation of shortness of breath or being smothered, feeling of choking, chest pain or discomfort, abnormal distress, feeling dizzy, derealization or depersonalization, fear of losing control or going crazy, fear of dying, paresthesias, chill or hot flashes. ഇതിൽ ഏതെങ്കിലും 13 എണ്ണത്തിൽ ഏതെങ്കിലും 4 എണ്ണം ഒരു വ്യക്തിയിൽ കാണുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് പാനിക് ഡിസോർഡർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഫോബിയ എന്താണെന്ന് നോക്കാം. The word phobia derives from the name of Greek god Phobos, who used to frighten his enemies. A phobia is an intense and irrational fear of some object, living being or situation. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിനോടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോടോ ഉണ്ടാകുന്ന ഭയമാണിത്. According to DSM 40R, phobia can be of 3 types. DSM 4 പറയുന്നത് ഫോബിയ 4 തരത്തിലുണ്ട്. ഒന്ന് സ്പെസിഫിക് ഫോബിയ, സോഷ്യോഫോബിയ ആൻഡ് അഗ്രോഫോബിയ. 3 തരത്തിലുള്ള ഫോബിയാസ് ആണ് സ്പെസിഫിക് ഫോബിയ, സോഷ്യോഫോബിയ ആൻഡ് അഗ്രോഫോബിയ. ഈ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഫോബിയ മീൻസ് ഇറാഷണൽ ഇന്റൻസ് ഫിയർ ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റ്, ആനിമൽസ് ഓർ സിറ്റുവേഷൻ. ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിനോടോ ആനിമൽസിനോടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോടോ തോന്നുന്ന ഭയം. സോഷ്യോഫോബിയ എന്ന് പറയുന്നത് എന്താ? സോഷ്യോഫോബിയ മീൻസ് ഇറാഷണൽ ഇന്റൻസ് ഫിയർ ഓഫ് ബീയിങ് എക്സ്പോസ്ഡ് ടു പബ്ലിക് പ്ലേസ്, എസ്പെഷ്യലി വെയർ ഓൺ ഹാസ് ടു പെർഫോം ആൻഡ് ടു ബി ഇവാലുവേറ്റഡ്. പബ്ലിക് പ്ലേസിൽ ചെന്ന് ബിഹേവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ നിൽക്കാനുള്ള ഒരു ഭയം, അതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യോഫോബിയ. സോഷ്യലി നമുക്ക് ഇടപെടാനുണ്ടാകുന്ന ഭയമാണ് സോഷ്യോഫോബിയ. അഗ്രോഫോബിയ മീൻസ് ഇറാഷണൽ ഇന്റൻസ് ഫിയർ ഓഫ് ക്രൗഡഡ് പ്ലേസ് ഫ്രം വെയർ എസ്കേപ്പ് മൈറ്റ് ബി ഡിഫിക്കൽട്ടി. ക്രൗഡഡ് പ്ലേസിനോടുള്ള ഭയമാണ്. ഈ സോഷ്യോഫോബിയയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതും പറയുന്നത്. അഗ്രോഫോബിയ ഈസ് ഇൻ കോണ്ടെക്സ്റ്റ് പാനിക് അറ്റാക്ക്. ദ വേർഡ് അഗ്രോഫോബിയ ഡിറൈവ്സ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് അഗോറ. ഗ്രീക്ക് വേർഡായിട്ടുള്ള അഗോറയിൽ നിന്നാണ് അഗ്രോഫോബിയ എന്നുള്ള ഒരു വേർഡ് നമുക്ക് കിട്ടുന്നത്, വിച്ച് മീൻസ് പബ്ലിക് പ്ലേസ് ഓർ അസംബ്ലി ഓഫ് പീപ്പിൾ. പാനിക് അറ്റാക്ക് ക്യാൻ ബി വിത്ത് ഓർ വിത്തൗട്ട് അഗ്രോഫോബിയ. പാനിക് അറ്റാക്ക് അഗ്രോഫോബിയ ഉണ്ടായാലും ഇല്ലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാനിക് ഡിസോർഡർ മേ ബി ട്രീറ്റഡ് ബൈ. ഇനി പാനിക് ഡിസോർഡേഴ്സിന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നൽകാൻ സാധിക്കുന്നത്? ഫാർമക്കോളജി ഓർ സൈക്കോതെറാപ്പി ഓർ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ട്രാൻസ്കിലേഴ്സ് ഫ്രം ദ ബെൻസോഡൈസെപ്പൈൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. ഇതിനകത്ത് അൽപ്രാസോളാം വരാം, ക്ലോണോസെപ്പാം വരാം. ഇവയൊക്കെ ചേരുന്ന അല്ലെങ്കിൽ അൽപ്രാസോണവും ക്ലോണോസെപ്പാമും ഒക്കെ ഈ പാനിക് ഡിസോർഡേഴ്സിന് കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. Are often used to handle panic attacks. Antidepressant like tricyclics or and SSRI എന്ന് വെച്ചാൽ സെലക്റ്റീവ് സെറട്ടോണിൻ റെപ്യൂട്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് കേട്ടോ. Have also been used with efficiency to deal with the panic attack. Psychotherapy is also useful to dealing with the panic disorder. Relaxation techniques ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. Relaxation techniques and breathing exercise to
to the patient for self-managementന് വേണ്ടി പേഷ്യൻസിന് കൊടുക്കുന്നവയാണ് ഈ റിലാക്സേഷൻ ടെക്നിക്സും ബ്രീത്തിങ് എക്സസൈസും ഒക്കെ. These techniques include gradually relax the muscles of our body progressively from one extremity to the another and also control breathing so that the internal cause fear regulate and under control. So self managementന് വേണ്ടി കൊടുക്കുന്ന ഈ ബ്രീത്തിങ് എക്സസൈസും അതുപോലെ റിലാക്സേഷൻ ടെക്നിക്സും ഒക്കെ അണ്ടർ കൺട്രോൾഡ് ആക്കാൻ സാധിക്കും. ഈ ഫിയേഴ്സിനെയൊക്കെ അണ്ടർ കൺട്രോൾഡ് ആക്കാൻ പേഷ്യൻസിനെ സഹായിക്കാറുണ്ട്. Anxiolytics and antidepressants are used for treating for phobic disorders, particularly sociophobias, and psychoanalytic therapy, behavioral approach treatment ഇവയൊക്കെ പാനിക് ഡിസോർഡേഴ്സിന് ഉപയോഗിക്കുന്നവയാണ്, ട്രീറ്റ്മെന്റുകളാണ്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നതും ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് എ തെറാപ്യൂട്ടിക് ടെക്നിക് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ അപ്രോച്ച് വെയർ ദ ക്ലയന്റ് ഈസ് എക്സ്പോസ്ഡ് ടു ദ ഫോബിക് ഒബ്ജക്റ്റീവ് ഓർ ഇറ്റ്സ് ഇമേജ് in a greater state starting from a point where she is fully relaxed and then guided progressively towards staying relaxed even in situation where she experienced intense fear. മറ്റൊന്നാണ് ക്ലോണിംഗ്, a therapeutic technique based on behavioral approach where the client is exposed all at once to a phobic object. She or he is instructed to a relaxed instant of being afraid. Once she or he can relax in orisons of the phobic object, she may be able to master his or her fear. മറ്റൊന്നാണ് റിലാക്സേഷൻ ടെക്നിക്ക്. നമ്മൾ പറഞ്ഞു ബ്രീത്ത് എക്സസൈസും റിലാക്സേഷൻ ടെക്നിക്കും ഒക്കെ സെൽഫ് മാനേജ്മെന്റിന് വേണ്ടി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബിഹേവിയർ ടെക്നിക് ദാറ്റ് ഇൻക്ലൂഡ്സ് any method, process, procedure or activity that helps the person to relax and to be free from stress and anxiety. This can be done by a progressive muscular relaxation, controlled breathing, meditation, biofeedback, etc. അടുത്തതാണ് generalized anxiety disorder or GAD. A persistent excessive anxiety and worry on a number of things which a person finds difficulty to control. ഒരുപാട് വസ്തുക്കളെ കുറിച്ചുള്ള ചിന്തകൾ വരിക, അതിനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകുക, പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ. Biochemical treatment is concerned. Different drugs from the benzodiazepine category have been used extensively. While this drug relieves anxiety immediately, but it may be habit forming. ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. Another drug controlled Buspirone is also being prescribed for generalized anxiety disorder. Different antidepressants have also been used, and a combination of cognitive and behavioral techniques is also used. So generalized anxiety അല്ലെങ്കിൽ GAD-ന് cognitive and behavioral therapies യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് obsessive compulsive disorder അഥവാ OCD. A psychiatric disorder characterized by intrusive thoughts or image of some negative event, symbols or being or obsession, and ritualistic acts to undo or prevent these obsessive thoughts or compulsion. ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എന്താണ്? സൈക്കോ അനലിറ്റിക് ഓറിയന്റഡ് തെറാപ്പി ഓർ ഇൻസൈറ്റ് തെറാപ്പീസ്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരെ തന്നെ മനസ്സിലാക്കുക. OCD പേഷ്യൻസിന് അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് സ്വയം ബോധ്യമാകത്തക്ക രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത്. അല്ലാതെ മെഡിസിൻസിലൂടെ ഒന്നും ഇതിനെ മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. Insight therapies are of little use of OCD patients. Behavior therapy and medication are most popularly used mode of therapy. Behavior therapy seems to have a higher percentage of completed treatment. Behavior therapy ആണ് കൂടുതലും ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. Compared to the medication, especially behavior therapy that all works best of the OCD is exposure response prevention. The medicines used most frequently with this OCD causes are clomipirene and fluoxetine. Clomipirene ഫ്ലൂക്സറ്റൈനും ഒക്കെയാണ് OCD പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ആൻസൈറ്റി ഡിസോർഡറിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിൽ നടത്തിയത്. ഇനി നമുക്ക് മൂഡ് ഡിസോർഡർ ഉണ്ട്, സ്കിസോഫ്രീനിയ ഉണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ആ ഒരു 4 കൂടെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു മൊഡ്യൂൾ തീർന്നു കിട്ടും. അപ്പോൾ
മുന്നിലെ വീഡിയോ കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ മുൻപുള്ള വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റീസും മേജർ ഐഡിയാസ് ഓഫ് റോൾ തിയറിയും ഒക്കെ നമ്മൾ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ഫോബിയാസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.